ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്താണ്? ഉത്തരം 1083 മകരം 8. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുറഹിമാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്? ഉത്തരം ടാറ്റ. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം 1962 വയലാലിൽ വീട്ടിൽ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി. ഫാബി ബഷീറിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ബഷീറിന്റെ എടി. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ജയകേസരി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം പ്രേമലേഖനം. 1942 ഇത് പുറത്തിറങ്ങിയത്. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ബഷീറിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറാഫ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവീ നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം M. വിൻസെന്റ്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1964. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു?
ഉത്തരം വിജയ നിർമ്മല. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPAC ലളിത. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം പ്രേം നസീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? 1964 പുറത്തിറങ്ങിയ ഭാർഗവീ നിലയവും 1967 പുറത്തിറങ്ങിയ ബാല്യകാല സഖിയും. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? ഉത്തരം 1967 P. ഭാസ്കരനും 2014 പ്രമോദ് പയ്യന്നൂരും. ഗുത്തിനി ഹാലിട്ടൽ ഇത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി എന്നത് ബഷീറിന്റെ ഏത് കൃതിയിലുള്ള പാട്ടാണ്? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗമുള്ള നോവൽ ഏതായിരുന്നു? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? ഉത്തരം നേരും നുണയും. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർക്ക നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? ഉത്തരം പൂവൻ പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം എന്താണ്? ഉത്തരം ഭാർഗവീ നിലയം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം 1990 പുറത്തിറങ്ങിയ മതിലുകൾ. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. മജീദും സുഹറയും കഥാപാത്രമാകുന്ന ബഷീറിന്റെ പുസ്തകം ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. ബഷീർ കൃതിയായ ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ.
തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം MP പോൾ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം? ഉത്തരം പ്രഭ. ജീവിതത്തിൽ നിന്ന് പറിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. 2017 പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം MA റഹ്മാൻ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. പ്രേമലേഖനം എന്ന കഥയുടെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം 1985 PA ബക്കർ. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? ഉത്തരം 1982. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം 1982 ലഭിച്ച പത്മശ്രീ അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം? ഉത്തരം 1970. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. ഒന്നും ഒന്നും എമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽ വാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഉപ്പ് സത്യാഗ്രഹം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബ കഥ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്നാത്മ നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ഉത്തരം ONV കുറുപ്പ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ഉത്തരം ആനപ്പൂട. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ.
പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. ആ പൂവ് നീ എന്തു ചെയ്തു? ഏത് പൂവ് രക്തനക്ഷത്രം പോലെ? ഈ വരികൾ ഏതു പുസ്തകത്തിലേതാണ്? ഉത്തരം പ്രേമലേഖനം. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്ന് അറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിനെ ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബഷീർ മാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം എമ്മിണി ബല്യ ഒരു ബഷീർ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1943. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1944. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1959. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1965. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1977. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1983. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1964. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം? ഉത്തരം 1945. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. അനർക്ക നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. വെട്ടികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം?
ഉത്തരം 1946. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1969. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ചെങ്കടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1997. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. ബഷീറിന്റെ മകൾ ഷാഹിനയ്ക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണ് കൈസുക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി ബഷീർ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ പൂച്ചയെ കാണാൻ ധാരാളം പേർ ബഷീറിന്റെ വസതിയിലെത്തി. ഏതാണ് ആ കൃതി? ഉത്തരം മാന്ത്രിക പൂച്ച. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി, ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യത്തെ പുസ്തകമാണ് ഇത്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മഹാത്മാഗാന്ധി. ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതിയാണിത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുനനച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ അങ്ങനെ പറയുന്നത്? ഉത്തരം മാംഗോസ്റ്റീൻ. പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹോ, ചെപ്ലസ്കി, ചെമ്മീൻ കണ്ണൻ, കുട്ടപ്പൻ ഈ പേരുകൾ എഴുതി നെറുക്കിട്ടു. നെറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരുമിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നെറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? ഉത്തരം മിഠായി. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്?
ഉത്തരം ഭഗത് സിംഗ്. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകൾ ആയിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ? അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം പൊൻകുന്നം വർക്കി. ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോക കാര്യങ്ങൾ വരെ പറയുമായിരുന്നു. വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത്, അതിനപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. നോബൽ സമ്മാനം നേടിയ മഹഫൂസ്, ടോണി മോറിസൺ ഇവരെക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുള്ള കലാകാരനാണ് ബഷീർ. കൊച്ചി കേരളത്തിൽ ജനിച്ചു പോയത് കൊണ്ട് അദ്ദേഹം സ്വീഡിഷ് അക്കാദമിയിൽ എത്തിയില്ല എന്നേയുള്ളൂ. ബഷീറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം എം കൃഷ്ണൻ നായർ. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കൽ ആണ്. ചെറിയ വാക്കുകൾ ആയാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവും. അത് ജനങ്ങളിലേക്ക് സമ്പാദിക്കുകയും ചെയ്യുന്ന മാജിക്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഒ വി വിജയൻ. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതം ആയിട്ടില്ല. ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല എന്നും നമ്മൾ അറിയുന്നു. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം എൻ പി മുഹമ്മദ്. ജീവിതത്തിൽ ഓടകളിലും മേടുകളും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായി നടന്നിട്ടുള്ളൂ. അധികൃതമായും അനധികൃതമായും ആരെങ്കിലും വെച്ചുകെട്ടിയ അലങ്കാരങ്ങളും മേൽ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തനിമയെ ബാധിച്ചിട്ടില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം എം ടി വാസുദേവൻ നായർ. വെളിച്ചത്തിനെന്ത് വെളിച്ചം? ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇത്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകം ആണ് ഇത്? ആരാണ് ഇത് പറയുന്നത്? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായകനായ നിസാർ അഹമ്മദിന്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ആണ് ഈ പ്രയോഗം പറയുന്നത്. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? ഉത്തരം പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവിയാണ്? ഉത്തരം ആന. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്തു രണ്ടും കൂടി ഒറ്റ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നനെ ദൈവമായി മാറുന്ന അത്ഭുത കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2009 ജനുവരി 1. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. ബഷീർ ചുരുക്കി പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്നു. ആറ്റിക്കുറുക്കി പണിക്കുറവ് തീർത്ത്. ഇങ്ങനെ ബഷീറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്?
ഉത്തരം അഹമ്മദ് നിസാർ. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? ഉത്തരം സാറാമ്മയും കേശവൻ നായരും. പോക്കറ്റടിച്ച പേഴ്സ് തിരിച്ചു കിട്ടാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ആ കൃതി ഏതാണ്? ഉത്തരം ഒരു മനുഷ്യൻ. ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈടുവയ്പ്പുകൾ പരിശോധിച്ചപ്പോൾ നിരവധി വിലപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ കണ്ടുകിട്ടി. അതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു. ബഷീർ എഴുതിയ കവിത ഏതാണ്? ഉത്തരം അനശ്വര പ്രകാശം. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതി മറുപടിയായി വന്ന പുസ്തകമാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? ഉത്തരം EM അഷറഫ്. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിന്റെ അപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഉത്തരം പുനലൂർ രാജൻ. ഒറ്റക്കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ മുത്തപ്പ, പൊൻകുരിശ് തോമ, ആനവാരി രാമൻ നായർ ഇതൊന്നും അപേക്ഷാസ്വരത്തിൽ പറയുന്നതല്ല, അവരുടെ വിവരണവുമായി തീർന്നിരിക്കുകയാണ്. ഞാൻ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. തല തോർത്തി മുണ്ടുമാറ്റ് പനി പിടിക്കും. ഈ ശാസനയും അഭിപ്രായ പ്രകടനത്തിലും അയാളുടെ പ്രണയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയെ ഇങ്ങനെ വിലയിരുത്തിയത് ആരാണ്? ഉത്തരം K. കേളപ്പൻ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറഞ്ഞത്. ഏതാണ് ആ കഥ? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ്. ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീവച്ച് നശിപ്പിച്ചു കളയുന്നതാണ്. ബഷീർ 1939 ഇങ്ങനെ എഴുതിയ ഈ കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല, ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിൽ ആവുകയും ചെയ്തു. എന്താണ് ആ കഥയുടെ പേര്? ഉത്തരം അധ്യാപകൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ എടിയെ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? ഉത്തരം താഹ മാടായി. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവയ്ക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി. മനുഷ്യകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടിവിശേഷണങ്ങളിൽ ആയിരിക്കുമല്ലോ വൃക്ഷങ്ങൾ. ശെങ്കടമുങ്കലിലെ ബഷീറിന്റെ രചന അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും ഈ വാക്കിൽ നിന്നാണ്. പ്രകൃതി സ്നേഹത്തിന്റെ മഹാത്മഗാഥയായ ഈ രചനയുടെ പേരെന്താണ്? ഉത്തരം വൃക്ഷങ്ങൾ. ബഷീർ അന്തരിച്ച വർഷം? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? ഉത്തരം യാ ഇലാഹി.